ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴയത്ത് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അവിൽ ഇഷ്ടമുള്ളവർ തീർച്ചയായും ട്രൈ ചെയ്യാതെ പോകരുത് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഞാനിവിടെ അവിലെടുത്തിട്ടുണ്ട്. നമ്മുടെ മട്ട അരിയുടെ അവിലാണ് എടുത്തിട്ടുള്ളത്. സാധാരണ വെള്ള അവിലെടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാനൊരു 250 ഗ്രാം, അതായത് 1/2 കിലോയുടെ നേരെ പാതി എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച്, ഹൈ ഫ്ലെയിമിലാക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുക്കണം. കാരണം ഇത് ഒത്തിരി നാൾ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായാലും മസ്റ്റായിട്ട് ചെയ്യുക. ഒരു 5 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ചു. ഇനി അതേ അളവിൽ തന്നെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു വലിയ തേങ്ങ അല്ലെങ്കിൽ ചെറിയ 2 തേങ്ങ നമുക്ക് മുഴുവനെ വേണം കേട്ടോ. അതിന് നമുക്കൊന്ന് ഈർപ്പം മാറ്റാനായിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം. പക്ഷേ അത് മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ. തേങ്ങയുടെ കളർ മാറാതെ ശ്രദ്ധിക്കാം. അത് നമുക്കൊരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ചുവട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്, കൊച്ചുരുളി. ചീനച്ചട്ടിയാണെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 250 ഗ്രാം അവിലിന് 1/2 കിലോ ശർക്കരയാണ് കണക്ക്. അതിന് 1 കപ്പ് വെള്ളം ഞാൻ മെൽറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശർക്കര അവിടെ ഇരുന്ന് മെൽറ്റാകട്ടെ. നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു പാനിലോട്ട്. എന്നിട്ട് നമുക്ക് ചില സാധനങ്ങളൊക്കെ വറുത്ത് കോരേണ്ടതുണ്ട്. ആദ്യം ഞാൻ കുറച്ച് നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. നട്ട്സും അതിൻ്റെ കൂടെ കുറച്ച് കിസ്മിസും, അതൊക്കെ നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. കൂടിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് നമ്മൾ പായസത്തിനൊക്കെ വറുത്ത് കോരുമ്പോൾ നമുക്കൊന്ന് വറുത്ത് കോരാം. അപ്പോൾ ഇതുപോലെ ഇനി 2-3 ഐറ്റംസ് ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നെയ്യ് തന്നെ മൂപ്പിച്ചെടുക്കുക. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഞാൻ കുറച്ച് തേങ്ങ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പായസത്തിനൊക്കെ ഇടും പോലെ തന്നെ അതൊരു പകുതി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും നല്ല മൂപ്പിച്ച് ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് വറുത്ത് കോരാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കറുത്ത എള്ളും കുറച്ച് പൊട്ടുകടലയാണ്. ഈ പൊട്ടുകടലയ്ക്ക് പകരം നിലക്കടലയും നന്നായിരിക്കും കേട്ടോ. എനിക്ക് പൊട്ടുകടലയാണ് കിട്ടിയത്. കറുത്ത എള്ളും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്നിച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് മൂക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 2 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാകും. ഉടനെ തന്നെ നമുക്കങ്ങ് അത് എള്ളിൻ്റെ പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോഴേ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വറുത്ത് കോരാം. ഇനി ഞാൻ ആ ശർക്കര ഒന്ന് അരിച്ച് ചൂട് കട്ടിയുള്ള ഒരു ഉരുളിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാണ് അടുത്ത സ്റ്റെപ്പ് കേട്ടോ. ശർക്കര അരിച്ച് തന്നെ ഒഴിക്കുക. കാരണം അതിൻ്റെ അഴുക്കെല്ലാം പോകണമെങ്കിൽ നമുക്കിങ്ങനെ തന്നെ ചെയ്യണം. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച തേങ്ങ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട, എന്നാൽ തീരെ കുറയ്ക്കുകയും വേണ്ട. അങ്ങനെ ഒരു 6-7 മിനിറ്റ് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. വരട്ടിയെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളം തീരെ അങ്ങ് വറ്റണ്ട കേട്ടോ. നമുക്കൊരു ലിമിറ്റിന് കുറച്ച് വെള്ളം വേണം, അല്ലെങ്കിൽ അവിൽ ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ ഇതുപോലത്തെ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിലിട്ട് കൊടുക്കുന്നത്. ഇനി വേറെ പ്രോസസ്സൊന്നുമില്ല. ഇതിൽ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചുക്ക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് മാത്രം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തു. ഏലക്കയാണ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച് അവിലും കൂടെ ഇട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അതെല്ലാത്തിലും നന്നായിട്ട് പിടിച്ചു വരണം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഒരു ഹാർഡായിട്ട് നമുക്ക് തോന്നും. ഇരുന്നിട്ട് പിറ്റേന്ന് കഴിക്കാനാണ് ഇത് ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ഉടനെ കഴിച്ചാൽ നമുക്ക് ആ പെർഫെക്ഷനൊന്നും കിട്ടത്തില്ല. ഇനി നേരത്തെ ഗീയിൽ വറുത്ത് കോരി വെച്ച ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് നെയ്യ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് എന്തായാലും മസ്റ്റായിട്ട് ചേർക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ നല്ല രുചിയായിരിക്കും ഇതിൽ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വിളമ്പാം. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇത് നമുക്ക് കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. എന്തായാലും നിങ്ങളിത് എയർ ടൈറ്റുള്ളൊരു പാത്രത്തിലിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കുക.
അപ്പോഴും വേണമെങ്കിൽ അപ്പോൾ കഴിക്കാം. എന്നാലും പിറ്റേ ദിവസം ആകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിക്കൊന്നുമില്ല, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിൻ്റെ മീതെ കുറച്ച് പഞ്ചസാര തൂകി വിതറി കഴിച്ചു കഴിഞ്ഞാൽ അതിലും ടേസ്റ്റ് കൂടും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കാനും മറന്നു പോരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നുണ്ട്, മറക്കാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.